ചേര വരെ കടിച്ചിട്ടുണ്ട്. ഈ വർഷത്തിൽ ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് കടിക്കണേ. 2023 6 തവണയോളം കടിച്ചായിരുന്നു. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്തും താങ്കളെ പാമ്പ് കടിച്ചിട്ടുണ്ട്? ബാഗിൽ കയറി ചില്ലറക്ക് കഴിട്ടതാ, ബാഗ് കഴിട്ടതാ, ആ സമയത്ത് പിടിച്ച് കടിച്ചു. വലിയ രീതിയിൽ ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ നിരവധി ആളുകൾക്കാണ് പാമ്പ് കടി ഏൽക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 17 തവണ പാമ്പ് കടിയേറ്റ ഒരു വ്യക്തിയാണ് നമുക്കൊപ്പം ചേരുന്നത്. പാല രാമപുരം സ്വദേശിയാണ്. സുഗത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 2021 മുതൽ തുടർച്ചയായി അദ്ദേഹത്തിന് പാമ്പ് കടി ഏൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിന് പാമ്പ് കടിയേറ്റത്. എന്താണെങ്കിലും ആ വ്യക്തി അദ്ദേഹത്തിന്റെ മുഖം വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുഖം നമ്മൾ വ്യക്തമാക്കുന്നുമില്ല. ആ വ്യക്തി തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. താങ്കൾക്ക് 17 തവണ പാമ്പ് കടിയേറ്റിട്ടുണ്ടല്ലേ? അതെ അതെ, 17 തവണ മേലെയാണെന്ന് എനിക്ക് തോന്നണം ഓരോ തവണ. അപ്പൊ ഇത്ര അധികമായതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് എണ്ണമില്ല. ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജനുവരിയിൽ ഒരു കടി കഴിഞ്ഞതാ. ആ സാറ് തന്നെയാണ് ചികിത്സിച്ചത്. ഇപ്പൊ വീണ്ടും ഇത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ഇപ്പൊ കഴിച്ചത്. 2021 മുതൽ തുടർച്ചയായിട്ട് കടിച്ചുകൊണ്ടിരിക്കുന്നതാ ഈ ഇത്രയും കടികൾ. ചേര വരെ കടിച്ചിട്ടുണ്ട്. വാവ സുരേഷിനൊക്കെ നമ്മള് മൂന്നാർ വെച്ച് ഇതുപോലെ കടിച്ചപ്പോ സുരേഷ് ചേട്ടനെ വിളിച്ചപ്പോ സുരേഷ് ചേട്ടൻ പറഞ്ഞു അത് എന്തെങ്കിലും ബ്ലഡിന്റെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിരിക്കും എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ ഡോക്ടറോട് ചോദിച്ചപ്പോഴും ഇങ്ങനെ ഓരോ തവണ കടിക്കുമ്പോഴും നമുക്കൊരു ആശ്ചര്യം ഉണ്ടാവില്ല. ഇതിങ്ങനെ കടിക്കുന്ന കാണുമ്പോൾ തന്നെ ഡോക്ടർ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അത് എന്തെങ്കിലും ബ്ലഡിന്റെ പ്രശ്നങ്ങളായിരിക്കാം. ഓരോ തവണയും കടിച്ചു വരുമ്പോൾ നമ്മൾ വയ്യാണ്ട് പോയി എന്നുള്ള ഘട്ടത്തിൽ വരുമ്പോഴും ഡോക്ടറുടെ അടുത്ത് തന്നെയാണ് നമുക്ക് ചികിത്സ കിട്ടി നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. ട്രീറ്റ്മെന്റ് തേടുന്നത് ആയുർവേദ ചികിത്സയാണ്. ആയുർവേദ ചികിത്സ കരുണ ഹോസ്പിറ്റൽ പാല. 17 തവണയും ചികിത്സിച്ചത് പാല കരുണ ഹോസ്പിറ്റൽ തന്നെയാണ്. നമ്മൾ ചികിത്സിച്ചിട്ടില്ല. ഒരു തവണ കോഴിക്കോട് വെച്ച് കടിച്ചിട്ട് അവിടെ ഒരു പ്രൈമറി ട്രീറ്റ്മെന്റ് എടുത്തു, ഒരു കന്യാസ്ത്രീയുടെ അടുത്തൊരു ട്രീറ്റ്മെന്റ് എടുത്തു. പക്ഷെ അത് രാത്രി വിളിപ്പിക്കാൻ പറ്റിയില്ല. അപ്പൊ അത്ര ബുദ്ധിമുട്ടായി വയ്യാണ്ടായി. ഡോക്ടറെ വിളിച്ചപ്പോ ഡോക്ടർ തന്നെയാണ് അവിടെ പ്രൈമറി ട്രീറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞത്. അവിടെ നിന്ന് പിന്നെ ട്രെയിൻ കയറി ഇവിടെ വരുമായിരുന്നു ചെയ്തത്. ആളൊരു ഗുളിക പറഞ്ഞു, അത് കഴിച്ചു, അങ്ങനെ ഇവിടെ എത്തി. പക്ഷെ അത് എറണാകുളമൊക്കെ എത്തിയപ്പോഴേക്കും തീർത്തും വയ്യാണ്ടായിട്ടാണ് ഇവിടെ എത്തിയത്. അങ്ങനെ ഇവിടെ കിടന്ന് ഒരാഴ്ചയോളം ഇവിടെ കിടന്നു. ഡോക്ടറെ അടുത്ത് കിടന്നിട്ടാണ് പിന്നെ ഒന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ഒരു വർഷത്തില് ഒന്നിലധികം തവണ പാമ്പ് കടിക്കുന്ന സാഹചര്യമാണ്. തീർച്ചയായിട്ടും 6 തവണ വരെ കടിച്ച. 2023 6 തവണയോളം കടിച്ചു. ഈ വർഷത്തിൽ ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് കടിക്കണേ. 2023 6 തവണയോളം കടിച്ചായിരുന്നു. പീരീഡ് പതുക്കെ കുറഞ്ഞു വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നണം. ആ കടിക്കുന്ന ഒരു ഇത് കുറഞ്ഞു വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നണം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മാസം ആ ഒരു കാലയളവൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ 3 മാസം കൂടി വന്നാൽ അതിനുള്ളിൽ കടിക്കുമായിരുന്നു. നമുക്ക് നമ്മുടെ അനുഭവങ്ങളാണല്ലോ നമ്മൾ പറയണേ. അപ്പൊ ഇപ്പോ ഇത് 4ാമത്തെ മാസമാണ്. ജനുവരിയിൽ കടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോ 3 മാസത്തിലധികമായി. ഇപ്പോ 4 മാസമായി. ഇതിപ്പോ ചവിട്ടി കടിച്ചാന്ന് എനിക്ക് തോന്നുന്നു. ചാക്കിനടിയിലായിരുന്നു, ചവിട്ടി കടിച്ചായിരുന്നു. താങ്കൾക്ക് ജോലി എന്താണ്? ഞാൻ പ്ലംബറാണ്. അപ്പൊ സൈറ്റിൽ നിന്നൊക്കെ കൂടുതലും വേർത്ത് നിൽക്കുന്ന ഘട്ടങ്ങളിലാണ് ഈ കടി കിട്ടിയിരിക്കുന്നത്. കൂടുതലും അപ്പൊ 90% കടികളും വേർത്ത് നിൽക്കുന്ന ഘട്ടങ്ങളിലാണ് കടി കിട്ടിയിരിക്കുന്നത്. പാമ്പിനെ പല സാഹചര്യം, ഇപ്പൊ ബെഡിന്റെ അടിയിൽ നിന്ന് വരെ പാമ്പിനെ കണ്ടെത്തിയ സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മള് വേർത്ത് കിടക്കുന്ന സാഹചര്യങ്ങളാണ്. ഇപ്പോൾ ആക്സിഡന്റ് പറ്റി കാലൊടിഞ്ഞ് മൂന്നാറിൽ വെച്ച് സൈറ്റിൽ റൂമിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് കുളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു വേർപ്പിന്റെ എന്താ അടിച്ചിട്ടായിരിക്കാം അവർ വന്നത്. 2 എണ്ണം ബെഡിന്റെ അടിയിലുണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അന്നാണ് സുരേഷ് ചേട്ടനെ വിളിക്കണേ. സുരേഷ് ചേട്ടൻ പറഞ്ഞാൽ ഭക്ഷണ രീതിയിലൊക്കെ മാറ്റം വരുത്തിയാൽ മാറിപ്പോകുന്ന രീതിയിൽ പറഞ്ഞു. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്തും താങ്കളെ പാമ്പ് കടിച്ചിട്ടുണ്ട്? ബാഗില് അത് വർക്കിംഗ് ഡ്രസ് ഉണ്ടായിരുന്നു ബാഗില്. ആ ബാഗില് ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ കയറി ചില്ലറക്ക് കഴിട്ടതാ, ബാഗ് കഴിട്ടതാ. അപ്പൊ ആ സമയത്ത് പിടിച്ച് കടിച്ചു. അങ്ങനെയുള്ള ഇതുണ്ടായിട്ടുണ്ട്. സ്കൂട്ടറിന്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് കടിച്ചിട്ടുണ്ട്. ഓരോ തവണ കടിക്കുമ്പോഴും സാറിനെ വിളിക്കും. സാറ് വരാൻ പറയും, എന്താണ് അവസ്ഥ എന്ന് ചോദിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തിക്കൊള്ളാൻ പറയും. ഇത്രയും തവണയും ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കുന്നു. ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് ഫലപ്രദമല്ല, അല്ലെങ്കിൽ അതിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. താങ്കളുടെ ഒരു അനുഭവത്തിൽ എന്താണ്? അല്ല, എന്റെ അനുഭവം ഇപ്പോൾ അറിയാലോ. ഇപ്പൊ ഞാൻ ഇത്ര തവണ കടിച്ചിട്ട് ഞാൻ വേറെ ഒന്നും പോയിട്ടില്ല. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസും ഉണ്ട്. ഒരുപാട് അണലി കടിച്ചിട്ടോ, ഞാൻ അവിടെ ചികിത്സയിലിരിക്കുന്ന സമയത്ത് തന്നെ ഇഷ്ടംപോലെ പേഷ്യൻസ് അവിടെ വരുന്നുണ്ട്. അണലി കടിച്ചിട്ട് കടിച്ച് പൊളിച്ച് വെച്ച അവസരങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആരും അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ആർക്കും വന്നതായിട്ട് കണ്ടിട്ടില്ല. എനിക്കിതുവരെ അങ്ങനെ മോശമായിട്ടുണ്ട്, അവസ്ഥ മോശമായിട്ടുണ്ട്. പക്ഷെ ഒരു ഇതുപോലും ഒരു 2-3 തവണ മാത്രമാണ് 7 ദിവസം ചികിത്സിച്ചേക്കണേ. അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. മറ്റൊരു പ്രത്യേകത, ഈ പാലായിലെ കരുണ ആയുർവേദ ഹോസ്പിറ്റല്, അവിടെ പാമ്പ് കടി എത്തുന്ന ആളുകൾക്ക് സൗജന്യ ചികിത്സയാണ് അല്ലേ? ചികിത്സ ഞാൻ ആദ്യം ഫസ്റ്റ് അവിടെ ചെന്ന് നമ്മള് ചികിത്സ കഴിഞ്ഞ സമയത്ത് പുള്ളിയുടെ ബില്ലൊക്കെ ചോദിച്ചിരുന്നപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു
ഇല്ല, ഇവിടെ ചികിത്സ തീർത്തും സൗജന്യമാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഓരോ തവണ ഇത്ര തവണ കടിച്ചിട്ടും പുള്ളി അതിന് ഒരു രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. അവിടുത്തെ ഭക്ഷണം, ചികിത്സ എല്ലാം ഫ്രീ ആണ്. അത് തന്നെ വലിയൊരു കാര്യമാണ്. അവർക്ക് നല്ലത് വരട്ടെ, ദൈവം നല്ലത് വരുത്തിട്ട് ആൾക്ക്. കാരണം ഇപ്പൊ എന്റെയൊക്കെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള ഹോസ്പിറ്റലിലൊക്കെയാണ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഒരിക്കലും പിടിച്ചിരിക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അത് വെച്ച് നോക്കുമ്പോൾ സാറിന് നല്ലത് വരുത്തിട്ട് എന്ന് തന്നെ പറയാം. അതും ഇത്രയും തവണ തുടർച്ചയായി കടിക്കുമ്പോൾ സാമ്പത്തികമായി നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. തീർച്ചയായിട്ടും ഈ പാമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ എന്നെ ആദ്യം ഒരു തവണ കടിച്ചിട്ട് ഞാൻ അങ്കമാലിയിൽ LF ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ചികിത്സ ഇരുന്ന സമയത്ത് ഒരു 2 ലക്ഷം രൂപയോളം അന്ന് ചെലവായിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച അവിടെ ചികിത്സയിലിരുന്നപ്പോൾ തന്നെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇത്ര തവണ ഓരോ തവണ നമ്മൾ വരുമ്പോഴും സാർ ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തി തന്നെയല്ലേ. കാരണം എന്നെ സംബന്ധിച്ച ആള് ദൈവമാണ്. കാരണം ഓരോ തവണയും നമ്മൾ വരുന്നു, നമ്മളെ രക്ഷിച്ചെടുക്കുന്നു, തിരിച്ച് വീട്ടിൽ പറഞ്ഞയക്കുന്നു, ഞാൻ വീണ്ടും ജോലിക്ക് പോകുന്നു, വീണ്ടും തിരിച്ച് ആളുടെ അടുത്തേക്ക് വരുന്നു. ഇതിന്റെ കാരണം എന്താണെന്നുള്ളത് മാത്രം കണ്ടെത്താൻ പറ്റുന്നില്ല. താങ്കൾ ഇങ്ങനെ തുടർച്ചയായി പാമ്പ് കടി ഏൽക്കുന്നതിന്റെ എന്തെങ്കിലും ഇതിന്റെ പുറകിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടായിരിക്കാം. അല്ലാതെ ഇപ്പൊ എന്നെ തന്നെ തേടി ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള കാലയളവിൽ വന്ന് കടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനെന്താ പറയാ. വർഷത്തിൽ 6 തവണ വരെ പാമ്പ് കടി ഏറ്റ സാഹചര്യം തനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സുഗത് പറയുന്നത്. 2021 മുതൽ തുടർച്ചയായി അദ്ദേഹത്തെ പാമ്പ് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിന് പാമ്പ് കടിയേറ്റത്. ഇപ്പോൾ അദ്ദേഹം ചികിത്സയിലാണ്. കോട്ടയം പാലായിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.